നമ്മളിപ്പോൾ എങ്ങോട്ട് നോക്കിയാലും CCTV ക്യാമറകളാണ് അല്ലേ? പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ചെറിയ കടയിൽ വെക്കുന്ന അതേ ക്യാമറയാണോ ഒരു എയർപോർട്ടിൽ വെക്കുന്നത്? സാധ്യതയില്ല. കാരണം ഒരു പ്രൊഫഷണൽ CCTV സിസ്റ്റം എന്ന് പറയുന്നത് വെറുതെ ഒരു ക്യാമറ വാങ്ങി വെക്കുന്ന പരിപാടിയല്ല. അതൊരു വലിയ പ്ലാനിംഗ് ആണ്, ഒരു തന്ത്രം തന്നെയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. ഇപ്പോൾ എയർപോർട്ട്, തുറമുഖം, അങ്ങനെയുള്ള ഹൈ സെക്യൂരിറ്റി സ്ഥലങ്ങളില്ലേ, അവിടെയൊക്കെ ഒരു ചെറിയ പിഴവ് പോലും ചിന്തിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് വെറുതെ തോന്നുന്ന പോലെ ക്യാമറകൾ വാരിവെക്കാതെ കൃത്യമായൊരു പ്ലാനിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം നമ്മളിന്ന് നോക്കാൻ പോകുന്നത് വെറുതെ ഏതെങ്കിലും ഗൈഡൊന്നുമല്ല, അമേരിക്കൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിയുടെ ഒഫീഷ്യൽ ഗൈഡ് ബുക്കിൽ പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആദ്യം തന്നെ പ്ലാൻ. ശരിക്കും ഒരു കിടിലൻ സെക്യൂരിറ്റി സിസ്റ്റത്തിന്റെ രഹസ്യമെന്ന് പറയുന്നത് ഭയങ്കര വില കൂടിയ ക്യാമറകളല്ല, മറിച്ച് ശരിയായ ചോദ്യങ്ങൾ ചോദിക്കുന്നതിലാണ്. എല്ലാം തുടങ്ങുന്നത് ഒരു നല്ല പ്ലാനിൽ നിന്നാണ്. ഈ പ്ലാനിംഗ് പ്രോസസ്സിന് പ്രധാനമായും 3 സ്റ്റെപ്പുകളാണുള്ളത്. വളരെ സിമ്പിളാണ്. ഒന്നാമത്തേത് ആവശ്യകത വിലയിരുത്തൽ, അതായത് നമുക്കെന്താണ് വേണ്ടതെന്ന് കൃത്യമായി മനസ്സിലാക്കുക. രണ്ടാമത്തേത് സൈറ്റ് സർവേ, ആ സ്ഥലം നേരിട്ട് പോയി കണ്ട് പഠിക്കുക. പിന്നെ മൂന്നാമതായി സിസ്റ്റം ലേഔട്ട്, ഈ കിട്ടിയ അറിവെല്ലാം വെച്ച് ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കുക. കണ്ടില്ലേ, ഓരോ സ്റ്റെപ്പും അടുത്തതിലേക്ക് നമ്മളെ കൊണ്ടുപോകും. ഓക്കെ, അപ്പോൾ ഈ ആദ്യത്തെ സ്റ്റെപ്പ്, അതായത് ആവശ്യകത വിലയിരുത്തൽ, ഇവിടെയാണ് നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ടത്. നമ്മൾ എന്തിനെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കുന്നത്? ഒരു കെട്ടിടമാണോ അതോ ആളുകളെയാണോ? പിന്നെ അവിടുത്തെ ലൈറ്റിംഗ് കണ്ടീഷൻസ് എങ്ങനെയാണ്? രാത്രിയിലും നല്ല ക്ലിയർ ആയിട്ട് കാണണോ? പിന്നെ ഈ റെക്കോർഡ് ചെയ്യുന്ന വീഡിയോ എത്ര കാലം സൂക്ഷിക്കണം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഒരു നല്ല സിസ്റ്റത്തിന്റെ അടിത്തറ. ഈ പറയുന്ന പോയിന്റ് ശരിക്കും വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം എന്താണെന്നറിയോ, ഒരു മോഷണം നടന്നതിന് ശേഷം അത് റെക്കോർഡ് ചെയ്യാൻ ഏത് ക്യാമറയ്ക്കും പറ്റും. പക്ഷേ ആ മോഷണം നടക്കുന്നത് തടയാൻ സഹായിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടാക്കുന്നതിലാണ് യഥാർത്ഥ മിടുക്ക്. അതിനാണ് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്ലാനിംഗ്. ശരി, അപ്പം നമ്മുടെ പ്ലാനൊക്കെ റെഡി. ഇനി നമുക്ക് സിസ്റ്റത്തിന് കണ്ണുകൾ വെക്കണം, അതായത് ക്യാമറകൾ തന്നെ. ഇവിടെയാണ് ഒരു ഡിസൈനർ ആദ്യത്തെ ടെക്നിക്കൽ ഡിസിഷൻ എടുക്കുന്നത്. അപ്പോൾ പ്രധാനമായും 2 ടൈപ്പ് ക്യാമറകളുണ്ട്. ഒന്ന് ഫിക്സ്ഡ് ക്യാമറ. പേര് പോലെ തന്നെ അതൊരു ഗേറ്റോ വാതിലോ പോലെ ഒരൊറ്റ സ്ഥലത്തേക്ക് മാത്രം നോക്കിയിരിക്കും, അനങ്ങില്ല. പക്ഷെ രണ്ടാമത്തെ ആള് PTC ക്യാമറ, ഒരു സെക്യൂരിറ്റി ഗാർഡിനെ പോലെയാണ്. അതിന് തല തിരിച്ച് ചുറ്റും നോക്കാം, സംശയമുള്ളത് കണ്ടാൽ സൂം ചെയ്ത് നോക്കാം. അതുകൊണ്ട് തന്നെ ഒരു കൺട്രോൾ റൂമിലിരുന്ന് ലൈവായി കാര്യങ്ങൾ മോണിറ്റർ ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഈ PTC ക്യാമറകളാണ് താരം. ഇനി ചില സൂപ്പർ പവറുള്ള ക്യാമറകളെപ്പറ്റി പറയാം. തെർമൽ ക്യാമറയെപ്പറ്റി കേട്ടിട്ടുണ്ടോ? ഇത് വെളിച്ചത്തെയല്ല, മറിച്ച് ചൂടിനെയാണ് കാണുന്നത്. അപ്പോൾ അതിന്റെ ഗുണം എന്താ? കട്ടപ്പുകയുടെ ഇടയിലോ അല്ലെങ്കിൽ കൂരിരുട്ടത്തോ ഒളിച്ചിരിക്കുന്ന ഒരാളെ ഇതിന് ഈസിയായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് സാധാരണ നിരീക്ഷണത്തിൽ നിന്ന് ഒരു പടി കൂടെ മുകളിലാണ്. സെക്യൂരിറ്റിക്ക് ഒരു പുതിയ ഡൈമെൻഷൻ തന്നെ കൊടുക്കും. ഓക്കെ, അപ്പോൾ ക്യാമറകൾ കണ്ണുകളായി. ഇനി സിസ്റ്റത്തിനൊരു തലച്ചോറ് വേണ്ടേ? അതാണ് അടുത്ത ഭാഗം. ഈ കണ്ണുകൾ കാണുന്ന കാര്യങ്ങളൊക്കെ ശേഖരിക്കാനും പ്രോസസ് ചെയ്യാനും കണക്ട് ചെയ്യാനുമൊക്കെ വേണ്ട ഭാഗങ്ങളെപ്പറ്റിയാണ് നമ്മളിനി സംസാരിക്കാൻ പോകുന്നത്. ഈ കാണുന്ന ചിത്രത്തിൽ ആ ഒരു നാഡീവ്യൂഹം നമുക്ക് ശരിക്കും മനസ്സിലാവും. നോക്കൂ, ക്യാമറകൾ വീഡിയോ എടുക്കുന്നു. ആ വീഡിയോ നേരെ പോകുന്നത് റെക്കോർഡറിലേക്കാണ്, അതായത് DVRലേക്ക്. അവിടെ വെച്ച് ആ ഡാറ്റ സ്റ്റോർ ചെയ്യാം, അല്ലെങ്കിൽ ഒരു മോണിറ്ററിൽ ലൈവായിട്ട് കാണാം. അതുമല്ലെങ്കിൽ ഇന്റർനെറ്റ് വഴി ലോകത്തെവിടെയിരുന്നും നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റാം. ഈ എല്ലാ ഭാഗങ്ങളും ഒരുമിച്ച് ഒരേ താളത്തിൽ പ്രവർത്തിക്കുമ്പോഴാണ് സിസ്റ്റം കംപ്ലീറ്റ് ആവുന്നത്. പണ്ടത്തെ കാര്യം ഓർക്കുമ്പോഴാണ് ഓരോ ക്യാമറയിൽ നിന്നും റെക്കോർഡറിലേക്ക് വലിയ കട്ടിയുള്ള കേബിളുകൾ വലിക്കണമായിരുന്നു. അതൊരു ഭയങ്കര പണിയായിരുന്നു. പക്ഷേ ഇന്നത്തെ കഥ അതല്ല. ഇന്ന് ഡിജിറ്റൽ സിസ്റ്റങ്ങളാണ്. എല്ലാം കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് വഴിയാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇൻസ്റ്റോളേഷൻ വളരെ എളുപ്പമായി. പോരാത്തതിന് സിസ്റ്റം മൊത്തത്തിൽ സ്മാർട്ടും ഫ്ലെക്സിബിളുമായി. അപ്പോൾ നമ്മളിതെല്ലാം ഒരുമിച്ച് വെക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം. ഒരു CCTV സിസ്റ്റം എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒന്നല്ല. അതൊരു വലിയ സെക്യൂരിറ്റി സിസ്റ്റത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്. അതിന് അലാറം സിസ്റ്റവുമായും ഓട്ടോമാറ്റിക് ഡോറുകളുമായും എന്തിന് പുറത്തെ കഠിനമായ സാഹചര്യങ്ങളുമായി പോലും ഒത്തുപോകാൻ കഴിയണം. ഈ പറയുന്ന ഇൻ്റഗ്രേഷനാണ് ശരിക്കും ഒരു ഗെയിം ചേഞ്ചർ. എന്നുവെച്ചാൽ സിസ്റ്റത്തിന്റെ പവർ കൂട്ടുക എന്ന് തന്നെ. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഒരു വാതിലിൽ അലാറം അടിക്കുന്നു എന്ന് വെക്കുക. അപ്പോൾ തന്നെ അതിന് ഏറ്റവും അടുത്തുള്ള ക്യാമറ ഓട്ടോമാറ്റിക്കായി ആ ദൃശ്യം ഓപ്പറേറ്ററുടെ സ്ക്രീനിലേക്ക് കൊണ്ടുവരും. ആലോചിച്ച് നോക്കൂ, എത്ര പെട്ടെന്നാണ് അവർക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നത്. ഒരു ക്യാമറയുടെ ജീവിതം അത്ര എളുപ്പമൊന്നുമല്ല കേട്ടോ. കൊടും ചൂടും തണുപ്പും സഹിക്കണം, മഴയും പൊടിയുമൊക്കെ നേരിടണം. പോരാത്തതിന് ചിലപ്പോൾ ആളുകൾ അതിനെ തല്ലിപ്പൊട്ടിക്കാൻ നോക്കും. ചിലപ്പോൾ നേരിട്ടുള്ള അറ്റാക്ക് വരെ ഉണ്ടാവാം. ഇതിനെയൊക്കെ അതിജീവിക്കണമെങ്കിൽ ക്യാമറയ്ക്ക് നല്ലൊരു കവചം അത്യാവശ്യമാണ്. അവിടെയാണ് ഈ ഹൗസിങ്ങുകളുടെ റോള് വരുന്നത്. ഓരോ തരം ഭീഷണിക്കും ഓരോ തരം കവചം. ഇപ്പോൾ ഒരു ഫാക്ടറിയിലാണെന്ന് വയ്ക്കുക. അവിടുത്തെ പൊടിയിൽ നിന്നും കെമിക്കലുകളിൽ നിന്നുമൊക്കെ ക്യാമറയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഇതുപോലത്തെ സീൽ ചെയ്ത ഹൗസിങ്ങുകൾ വേണം.
ഇനി ആരെങ്കിലും കല്ലെറിയാനാണ് പ്ലാനെങ്കിൽ അതിനും വഴിയുണ്ട്. ഇതാണ് ഇംപാക്ട് റെസിസ്റ്റന്റ് ഹൗസിംഗ്. നല്ല കട്ടിയുള്ള സ്റ്റീലും ഗ്ലാസുമൊക്കെ വെച്ചുണ്ടാക്കിയതുകൊണ്ട് ചെറിയ തട്ടലും മുട്ടലുമൊക്കെ ഇത് താങ്ങും. പക്ഷേ അറ്റാക്ക് കുറച്ചുകൂടി സീരിയസ് ആണെങ്കിലോ, അതായത് ചുറ്റികയൊക്കെ വെച്ചാണ് പണിയെങ്കിൽ, അപ്പോൾ അടുത്ത ലെവൽ പ്രൊട്ടക്ഷൻ വേണം. അതാണ് ടാമ്പർ റെസിസ്റ്റന്റ് ഹൗസിങ്ങുകൾ. ഇനി ഏറ്റവും എക്സ്ട്രീം സിറ്റുവേഷൻസ്, അവിടെയാണ് ബുള്ളറ്റ് റെസിസ്റ്റന്റ് ഹൗസിങ്ങുകളുടെ വരവ്. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാലോ, ഏറ്റവും കടുത്ത ഭീഷണികളെപ്പോലും ചെറുക്കാൻ ഇത് ക്യാമറയെ സഹായിക്കും. ചുരുക്കി പറഞ്ഞാൽ ഏത് വെല്ലുവിളിക്കും ഒരു സൊല്യൂഷനുണ്ട്. അപ്പോൾ ശരിക്കും എന്താണ് ഒരു CCTV സിസ്റ്റത്തിന്റെ യഥാർത്ഥ പവർ? അത് മനുഷ്യന്റെ കഴിവിനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന ഒരു ടൂളാണ്. ഒന്നാലോചിച്ച് നോക്കൂ, ഒരു സെക്യൂരിറ്റി ഗാർഡിനെ ഒരേ സമയം എത്ര സ്ഥലത്ത് ശ്രദ്ധിക്കാൻ പറ്റും? പക്ഷേ ഒരു നല്ല സിസ്റ്റത്തിന് 100 സ്ഥലങ്ങളിൽ ഒരേ സമയം കണ്ണുണ്ടായിരിക്കും. അതാണതിന്റെ ശക്തി. അതായത് ചുരുക്കി പറഞ്ഞാൽ, നന്നായി ഡിസൈൻ ചെയ്ത ഒരു CCTV സിസ്റ്റം സുരക്ഷയെ വെറുമൊരു റെക്കോർഡ് ചെയ്തു വെക്കലെന്നതിൽ നിന്ന് മാറ്റി സംഭവങ്ങളെ ആക്റ്റീവായിട്ട് വിലയിരുത്താനും ഉടൻ തന്നെ റെസ്പോണ്ട് ചെയ്യാനും സഹായിക്കുന്ന ഒരു സ്മാർട്ട് സിസ്റ്റമാക്കി മാറ്റുന്നു. ഇന്ന് തന്നെ കാര്യങ്ങൾ ഒരുപാട് സ്മാർട്ടായി. സംശയമുള്ള രീതിയിൽ ആരെങ്കിലും പെരുമാറിയാൽ അത് സ്വയം തിരിച്ചറിയുന്ന AI ക്യാമറകളൊക്കെ ഇപ്പോൾ സാധാരണമാണ്. അപ്പോൾ അടുത്ത ചോദ്യം ഇതാണ്: നാളത്തെ ലോകത്ത് ഒരു കുറ്റകൃത്യം നടക്കുന്നതിന് മുമ്പ് തന്നെ അത് പ്രെഡിക്റ്റ് ചെയ്യാൻ ഈ സിസ്റ്റങ്ങൾക്ക് പറ്റുമോ? ശരിക്കും ആലോചിക്കേണ്ട ഒരു കാര്യമാണതല്ലേ?